അരമണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. നാലും പറയണമെന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പറഞ്ഞു തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നമുക്ക് വേഗത്തിൽ ആ വാക്യങ്ങളിലേക്കൊന്ന് വരാം. അവിടെ ആദ്യം ഇങ്ങനെയാണ് വായിച്ചത്. വായിച്ചേ. അവൻ എന്നോട് പറ്റിയിരിക്കുക, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ. 4 അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ഓടിച്ചു പറയാം. ആമേൻ. കുറിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. 4 അനുഗ്രഹങ്ങൾ 14, 15, 16 വാക്യങ്ങളിലെ 4 അനുഗ്രഹങ്ങൾ. 1, ഞാൻ വിടുവിക്കും. സ്തോത്രം. 2, ഞാൻ ഉയർത്തും. 3, ഉത്തരം തരും. 4, കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. 15 അല്ലെ 14, 15, 16 വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങൾ ഈ തിരുവചനത്തിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. എന്താണ് 4 കാര്യങ്ങൾ? 1, ഞാൻ വിടുവിക്കും. 2, ഞാൻ ഉയർത്തും. 3, ഞാൻ ഉത്തരം തരും. 4, ഞാൻ കൂടെയിരിക്കും. 4 കാര്യങ്ങൾ ദൈവം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവജനത്തോട് അരുളപ്പാടായി അറിയിക്കുകയാണ്. ആർക്കാണ് ഈ 4 അനുഗ്രഹങ്ങൾ ദൈവം വെച്ചിട്ടുള്ളത്? ആർക്കാണ് ഈ 4 അനുഗ്രഹങ്ങൾ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നത്? വളരെ വ്യക്തമായി നാം ആദ്യം വാക്യത്തിൽ 14 വായിച്ചു. അവനോട് പറ്റിയിരിക്കുന്നവർക്ക്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? അവനോട് പറ്റിയിരിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ 4 കാര്യങ്ങൾ നമുക്കുണ്ട്. ആർക്കാണ് ഈ അനുഗ്രഹം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആമൻ, അതിന് പ്രസംഗ ശാസ്ത്രമൊന്നും വേണ്ട. ഒറ്റ വാക്കിൽ പറയാം, അവനോട് പറ്റിയിരിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹം ദൈവം വെച്ചിട്ടുള്ളത്. ആമൻ. അമ്മയോട് പറ്റിയിരിക്കുന്നവർക്കല്ല, അപ്പനോട് പറ്റിയിരിക്കുന്നവർക്കല്ല, പള്ളിയോടും പട്ടക്കാരനോടും ആമൻ അവൻ പറ്റിയിരിക്കുന്നവർക്കല്ല. പകരം മൂക്കിൽ ജീവന്റെ ശ്വാസം തന്ന് ഗൊൽഗോത്ത മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവസാന തുള്ളി രക്തം വരെ മാനവകുലത്തിന് വേണ്ടി ചൊരിഞ്ഞു തന്ന് മാർവിടം കുത്തി തുറന്ന് തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റി സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുന്നെങ്കിൽ നിന്നോടാണ് ഇന്ന് രാത്രി അരുളപ്പാട്. ദൈവം പറയുന്നു, ആരും നിന്നെ വിടുവിക്കാനില്ലെങ്കിലോ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? നീ ആരോടാണോ പറ്റിയിരിക്കുന്നത് അവൻ നിന്നെ വിടുവിച്ചിരിക്കും. ഇന്ന് രാത്രി തന്റെ ഇടത്തോടെ അവകാശത്തോടെ എത്ര ദൈവമക്കൾ ചേർന്ന് പറയോ, ഞാൻ പറ്റിയിരിക്കുന്നത് ഒരു ഊമ ദൈവത്തോടല്ല, ഞാൻ പറ്റിയിരിക്കുന്നത് ഒരു വിഗ്രഹത്തോടല്ല, ഞാൻ പറ്റിയിരിക്കുന്നത് അവൻ കണ്ടാലും അവൻ കാണാൻ കഴിയാത്ത, അവൻ കേട്ടാലും കേൾക്കാൻ കഴിയാത്ത ഒരു അനങ്ങപ്പാറ ദൈവത്തിനോടല്ല ഞാൻ പറ്റിയിരിക്കുന്നത്. ഞാൻ പറ്റിയിരിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തോടാണ്. ഇന്ന് രാത്രി അവൻ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്പം തന്റെ ഇടത്തോടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവ പൈതലേ, കരം ഉയർത്തിക്കൊണ്ട് പറ, എന്നെ വിടുവിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. ആരോടാണോ ഞാൻ പറ്റിയിരിക്കുന്നത്? എന്റെ ദൈവത്തോടാണ് പറ്റിയിരിക്കുന്നത്. ആരും വിടുവിച്ചില്ലല്ലോ, ഞാൻ പറ്റിയിരിക്കുന്ന എന്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കും. ഘടകം ചൂടക്കട്ടം പടവത്തി അന്തൽക്കട്ടം ചൂടച്ചാണി വട്ടക്ക അന്തൽക്കട്ടം ചൂടക്കാണി വണ്ടേ ഉടകച്ചാണി വട്ടക്കടകം ചൂടവരം തമ്മേ അൽക്കാരംതം ചൂടക്കാണി വട്ടാര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കുണ്ടോ? ആ ഉറപ്പുണ്ടോ? ഞാൻ പറ്റിയിരിക്കുന്ന എൻ്റെ ദൈവത്തോടാണ്. ഞാൻ പറ്റിയിരിക്കുന്ന എൻ്റെ ദൈവത്തോടാണെങ്കിൽ എനിക്കിന്ന് രാത്രി ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്നെ വിടുവിക്കും. അവൻ എന്നെ വിടുവിക്കും. യെശയ്യാ പ്രവചനം 43:1-2 വാക്യങ്ങൾ. അവനോട് പറ്റിയിരുന്നാൽ വിടുവിക്കും. എങ്ങനെ വിടുവിക്കും? കുറിച്ചെടുത്തോ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ. ദൈവത്തോട് പറ്റിയിരിക്കുന്നവന് കാമൻ വിടുവിക്കും. എങ്ങനെ വിടുവിക്കും?
2ഉം 3ഉം വാക്യങ്ങൾ വായിച്ചേ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ എല്ലാവരും കരമുയർത്തിക്കൊറു പറ. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്നെ വിടുവിക്കാൻ ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടക്കുമ്പോൾ എന്നോട് കൂടെ ഇരിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്, എന്നെ താങ്ങാൻ എനിക്കൊരു ദൈവമുണ്ട്, എന്നെ ബലപ്പെടുത്താൻ എനിക്കൊരു ദൈവമുണ്ട്, എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഒരു പ്രാവശ്യമെങ്കിലോ ഈ ദൈവത്തോട് നീ പറ്റിയിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു തവണയെങ്കിലോ ഈ ദൈവത്തോട് നീ പറ്റിയിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൈവം നിന്നെ നോക്കി പറയുന്നു, ഞാൻ അവനെ വിടുവിക്കോ. അവ എവിടെ നിന്ന് വിടുവിക്കോ? നദിയിൽ നിന്ന് നിന്നെ വിടുവിക്കോ. അഗ്നിജ്വാലക്കകത്തുനിന്ന് ദൈവം നിന്നെ വിടുവിക്കോ. ആമേൻ. ജോഷുവ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം അവർ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ ദൈവത്തോട് പറ്റി നിന്നപ്പോൾ മരണ യോർദാനെ അവർ സിമ്പിളായി കവർ ചെയ്തു. ദൂത മനസ്സിലായോ? മരണ യോർദാൻ പോലെ ദൈവത്തോട് പറ്റി നിന്നവരുടെ നടുവിൽ പരാജയപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി പറ. എത്ര പേര് വിളിച്ചു പറയോ? അവനോട് പറ്റി നിന്ന്, അവനോട് ചേർന്ന് നിന്ന്, അവന്റെ പെട്ടകം തോളത്ത് വെച്ച, അവന്റെ പെട്ടകം ചുമന്ന് പുരോഹിതന്റെ ഉള്ളംകാല് യോർദാനിൽ ചവിട്ടിയപ്പോൾ മരണ യോർദാൻ 2ആയി വഴിമാറി. ഇതൊക്കെ പറയുമ്പോൾ ഒരു ആവേശമാണ്. ഇതൊക്കെ പറയുമ്പോൾ എന്നാ റോബിൻസി ആവേശം എന്നറിയാമോ? പുരോഹിതന്മാരുടെ തോളത്തായിരുന്നു പെട്ടകം. സ്തോത്രം. നിയമപെട്ടകം, സാക്ഷ്യപെട്ടകം, അതിനകത്ത് വസിക്കുന്ന ദൈവം. ആമേൻ. അതിനകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശെക്കേന. ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? തോളത്ത് വെച്ച് യോർദാൻ കടന്നു. പെട്ടകം തോളത്ത്, പെട്ടിക്കകത്ത് വ്യാപരിച്ച സാന്നിധ്യത്തിൽ, കാൽച്ചുവട്ടിൽ യോർദാൻ 2ആയി മാറിയെങ്കിൽ ഇന്ന് ആമേൻ നമ്മുടെ കർത്താവ് പെട്ടിക്കകത്തല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലാണ്. ദൈവമൈതലേ, ധൈര്യമായി സ്റ്റെപ്പ് വെക്ക്, ധൈര്യമായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്ക്. ആത്മാവി പ്രവചിച്ചുകൊണ്ട് പറയുന്നു, എന്തിന് ഭയപ്പെടുന്നു? എന്തിന് നിരാശപ്പെടുന്നു? എന്തിന് നിങ്ങൾ ഡിപ്രഷൻ ആകുന്നു? എന്തിന് നിങ്ങൾ ആകുല ചിത്തരാകുന്നു? ഇന്ന് രാത്രി വേളയിൽ പഴയ നിയമ പുരോഹിതന്മാർ ചുമന്ന പെട്ടിക്കകത്ത് വ്യാപരിച്ച സാന്നിധ്യത്തിൽ അവ യോർദാൻ 2ആയി മാറിയെങ്കിൽ ഇന്ന് രാത്രി പെട്ടിക്കകത്തല്ല, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. Oh Jesus name. Shamana ragasikana. Handal kada thini babanagal kada. എത്ര പേർ കരമുയർത്തിക്കൊണ്ട് പറയും, എന്റെ ദൈവം പെട്ടിക്കകത്തല്ല, എന്റെ ഉള്ളിലാണ്, എന്റെ ഉള്ളിലാണ്. ജീസസ്, ജീസസ്. ഈ കർത്താവ് നിന്നോട് പറ്റിയിരുന്നാൽ, നീ അവനോട് പറ്റിയിരുന്നാൽ അവൻ നിന്നെ വിടുവിച്ചിരിക്കും, അവൻ നിന്നെ വിടുവിച്ചിരിക്കും. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ മാഷേ. 3-ാം അധ്യായം 10, 11, 12 വാക്യം കുറിച്ചിട്ടേക്കണം കേട്ടോ. ഇതൊന്നും പ്രസംഗിച്ച് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ ഒറ്റ ശ്വാസത്തിൽ പോകുന്നേ. വായിച്ചോ. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷേകത്തിനെ അതുമാത്രം വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറയണം. ജീവനുള്ളവരുടെ ദൈവം, അല്ലേ? ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേര് പറയും, ജീവനുള്ള ദൈവം എന്റെ കൂടെ ഉണ്ട്?
പോരാ 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 പോരാ. തന്റെ ഇടത്തോടെ കരമുയർത്തി അല്പം കട്ടിയായിട്ട് പറ, ജീവനുള്ള ദൈവം എന്റെ കൂടെയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവനുള്ള ദൈവം എന്റെ കൂടെയുണ്ട്. അനർത്ഥങ്ങൾ വരട്ടെ, ആപത്തുകൾ വരട്ടെ, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത സാഹചര്യം നിന്റെ ജീവിതത്തിൽ വരട്ടെ. ജോശുവ പറയുന്നു, ജീവനുള്ളൊരു ദൈവം എന്റെ കൂടെയുണ്ട്. ജീവനുള്ളൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അടുത്ത വാക്യം, അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അവർ നിന്റെ മുമ്പിൽ നിന്ന് കനാന്യ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗ്യസ്, അമോരിയർ, യെബൂസ്യർ എന്നിവരെ ഈ ദൈവം കൂടെ ഇരുന്നാൽ നീക്കേണ്ടതിനൊക്കെ നീക്കും. ഈ ദൈവത്തോട് പറ്റിയിരുന്ന നീങ്ങാത്തതൊന്നുമില്ല. ആരൊക്കെ നീങ്ങണമെന്ന് ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നു അതിനെയൊക്കെ ദൈവം നീക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവ സെരുബാബേലിന്റെ മുമ്പിൽ നിന്നത് ഒരു മഹാപർവ്വതമാണ്. ദൈവം വിളിച്ചു പറയുന്നു, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയാക്. കൃപ കൃപ എന്ന് ആർപ്പോട് അവനാടി കല്ലുകയറ്റോ. സെരുബാബേലിന്റെ മുമ്പിൽ നിന്ന് മഹാപർവ്വതത്തെ ദൈവത്തിന് നീക്കാൻ കഴിയുമെങ്കിൽ അവനോട് പറ്റിയിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിന് നീക്കാൻ കഴിയാത്തതൊന്നുമില്ല. ആത്മാവിൽ ആരോട് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ചിലതൊക്കെ നിനക്ക് തടസ്സമാണ്, ചിലതൊക്കെ നിന്റെ വഴി തടസ്സമാണ്, ചില വ്യക്തികൾ നിന്റെ വഴി തടസ്സമാണ്, ചില വ്യക്തികൾ നിന്റെ ഇൻക്രിമെന്റിന് തടസ്സമാണ്, ചില വ്യക്തികൾ നിന്റെ പ്രൊമോഷന് തടസ്സമാണ്, ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിടാൻ നോക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി വേളയിൽ 5-ലധികം രാജ്യങ്ങളെ, 5-ലധികം രാജാക്കന്മാരെ ദൈവം ഗതി തിരിച്ചു വിട്ടെങ്കിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വിശ്വസിക്കുന്ന ദൈവജന ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, നീക്കേണ്ടതിനെ ദൈവം ഇന്ന് രാത്രി നീക്കിക്കളയോ. Thank you Jesus. Thank you Jesus. ഒരു വാക്യം എന്റെ ഉള്ളിൽ വരുന്നു, ഒന്നെടുക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം. അവൻ റെഫറൻസ് ഒന്ന് വായിച്ചു തരണം. അതാണോ 18-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഒന്ന് നോക്കിക്കേ 18-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുകൊണ്ടിരിക്കുമ്പോ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ഏലിയാവിനോട് ഒരുത്തം പറയുന്ന ഒരു കാര്യമല്ലേ? അവൻ പറയുന്ന ദൂത് എന്നാന്നറിയാമോ? അവൻ ഇസബേലും ആഹാബും കൂടി പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരിക്കുമ്പോ അവൻ ഈ ഏലിയാവ് പോലും കർമ്മേലിന്റെ മലമുകളിൽ കയറിയിട്ട് തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചോദിച്ചു. ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരിക്കലും ചോദിക്കാത്തൊരു ചോദ്യമാ. എന്നാന്നറിയോ? ദൈവമേ, ഞാൻ ഒരുത്തം മാത്രം, അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ ജീവനോട് ഇരിക്കുന്നേ. തമ്പുരാമർ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു. നീ തന്റെ ഇടം പറയാ ചുമ്മായിരി. നീ എന്നാ പറഞ്ഞേ? നീ ഒരുത്തനോ? ബാലിന് മുട്ടുപടക്കാത്ത നീ ഒരുത്തൻ മാത്രമല്ല, വേറൊരുത്തനുണ്ടല്ലോ. നിന്നെ പോലത്തെ തടിമാടന്മാരായ 50 പേരെ ഗുഹയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇസബേലിനോട് യുദ്ധം ചെയ്യാൻ. ഇന്ന് രാത്രി വേളയിൽ എന്താന്ന് എനിക്കറിയില്ല, ആത്മാവനോട് പറയുന്നു, ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ടാകാതിരിക്കില്ല, ദൈവത്തിനൊരു ശേഷിപ്പ് കിട്ടാതിരിക്കില്ല, ദൈവത്തിനൊരു ശേഷിപ്പ് ഉണ്ടാകാതിരിക്കയില്ല. ഏത് കൊലപാതകം നടന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും ദൈവം ഒളിപ്പിക്കേണ്ടവരെ ദൈവം ഒളിപ്പിച്ചിരിക്കോ, ദൈവം വിടുവിക്കേണ്ടവരെ ദൈവം വിടുവിച്ചിരിക്കോ, ദൈവം പരിപാലിക്കേണ്ടവരെ ദൈവം പരിപാലിച്ചിരിക്കും. സ്തോത്രം 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 സ്തോത്രം. ഞാന് ഈ ലൈവാണ്.
ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എങ്കിലും ഒരു പ്രവചനം പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നു. അഫ്ഗാനിസ്ഥാനിൽ എത്ര താലിബാൻ കയറി എത്ര കുസ്തി നടത്തിയാലും എത്ര പേരെ കൊന്നാലും ഇവരറിയാതെ മാറ്റി നിർത്തേണ്ട ശേഷിപ്പിനെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈസബേലിന്റെ കാലത്ത് ദൈവം ഒരു ശേഷിപ്പിനെ മാറ്റി നിർത്തിയെങ്കിൽ ലോകരാജ്യത്ത് സുവിശേഷത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ എത്ര ശത്രു അഴിഞ്ഞാടിയാലോ ദൈവത്തിന് വേണ്ട ചിലതിനെ ദൈവം മാറ്റി നിർത്തും. हमदल खानी हल्का रोती हमदा उड़ा जाना हल्का रमदे की निकालू ओ रिकम दानी कट्टम जोड़ा कंडम उड़ा कट्टम बड़ा बच्चानी कट्ट काली कंडम दूली ओ रिकम जाना कंडम बीड़ कट्ट कलगा चूड़े काली कट्टम बड़ा बच्चानी യേശുവിന്റെ നാമത്തിൽ ചില പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് രാത്രി പാളിപ്പോകുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങൾ ഇന്ന് രാത്രി തകരുകയോ. ദൈവമക്കളെ, നിങ്ങൾ ഈ വാക്യം എത്ര പേർ ഗ്രഹിച്ചെന്നറിയില്ല. കൊല്ലാൻ നടക്കുന്ന ഈസബേൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൊടുക്കാഞ്ഞിട്ട്, സംഭവം അറിയാലോ, കഥ അറിയാലോ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൊടുക്കാഞ്ഞിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് നാബോത്തിനെ കൊണ്ടുവന്ന് മുൻപിലിരുത്തി ദൈവദോഷം പറഞ്ഞെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കല്ലെറിഞ്ഞു വന്നു. ആ നാബോത്തിന്റെ രക്തം വയലിലെ നായ്ക്കൾ നക്കി കുടിച്ചു. ഇതറിഞ്ഞപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞത്, ഇനി ഞാൻ ഒരുത്തനേ ഉള്ളെന്ന്. ഇനി ഞാൻ ഒരുത്തൻ. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, എലിയാവേ, നിനക്ക് തെറ്റുപറ്റിയടാ. നിന്നെ പോലെ ബാലിന് മുട്ടുമടക്കാത്ത 7000. എത്ര? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്നിടത്തുനിന്ന് തുള്ളിച്ചാണ്. എന്നാന്നറിയോ, മാമേ പുള്ളി വിചാരിച്ചിരിക്കുന്നത് മുട്ടുമടക്കാത്ത പറ ഞാൻ ഒരുത്തൻ. അപ്പൊ ഒരു ക്രെഡിറ്റ്, ഞാൻ മുട്ടുമടക്കിയിട്ടില്ല. അമ്രാമന് പോയി പണി നോക്കടാ. നിന്നെ പോലത്തെ മുട്ടുമടക്കാത്ത തൻ്റെ ഇടമുള്ള 7000 ഉണ്ട്. ആ 7000 നിന്നെ കൂട്ടിയിട്ടില്ല. ആ 7001 നീ. ആ 7001 നീ. നിന്നെയൊക്കെ തന്റെ ഇടമുള്ള 7000 അപ്പം വെള്ളം കൊടുത്ത് ഞാൻ തീറ്റി പോറ്റുന്നത് ഈസബേലിന്റെ തല തകർക്കാനോ അവനോട് പ്രതികാരം ചെയ്യാനോ. ഇന്ന് രാത്രിവേളയിൽ ചിലരോട് ആത്മാവ് പറയുന്നു, നിന്റെ ജീവനോട് ദൈവം നിർത്തിയതോ ശത്രുവിനോട് ഒരു പ്രതികാരം ചെയ്യാനോ, അന്ധകാര വ്യാപാരത്തോട് ഒരു പ്രതികാരം ചെയ്യാനോ, ദുഷ്ടന്റെ വ്യാപാരത്തോട് ഒരു പ്രതികാരം ചെയ്യാനോ വിശ്വസിക്കുന്ന ദൈവജന ഇന്ന് രാത്രി കരമടിച്ച് ആരാധിച്ചിട്ട് പറ, അപ്പവും വെള്ളവും തന്ന് എന്നെ ദൈവം നിലനിർത്തിയത് ഈസബേലിന്റെ ശക്തിയോട് ഇന്ന് രാത്രി യുദ്ധം ചെയ്യാൻ. ഒന്ന് വായിച്ചു മാഷ്, ഒന്ന് വായിച്ചേ ആ വാക്യം. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ, ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ, ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ, 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച്, 50 പേരായി എന്ത് ചെയ്തു? ഒളിപ്പിച്ച് 100 പേരെ ഒരു ഗുഹക്കകത്ത്. ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? 100 പേരെ ഒരു ഗുഹക്കകത്ത്, 50 പേരെ വേറെ ഗുഹക്കകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു. എന്നിട്ട് അവർക്ക് 2 സാധനം കൊടുത്തു, അപ്പവും വെള്ളവും. എന്നാ കൊടുത്തു? എന്നാ കൊടുത്തേ? അപ്പം. അപ്പം എന്തിനെ കാണിക്കുന്നു? വചനത്തെ കാണിക്കുന്നു. എന്തിനെ കാണിക്കുന്നു? വചനം. വെള്ളം എന്തിനെ കാണിക്കുന്നു? ഉത്സവത്തിന്റെ മഹാദിനം ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുക. അപ്പൻ വചനമാണ്, അപ്പം വചനമാണ്. വെള്ളം എന്നാന്നറിയാമോ? ആത്മാവിന്റെ നദിയാണ്, പരിശുദ്ധാത്മാവിന്റെ തീർത്ഥമാണ്, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കാണ്. ശത്രുവിന് യുദ്ധം ചെയ്യാൻ ഗുഹക്കകത്ത് നിൽക്കുന്നവർക്ക് 2 കാര്യം
ആവശ്യമാണ്. വചനവും ആത്മാവും, ആത്മാവും വചനവും ഉണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധം ചെയ്യാം. ദേശത്ത് വ്യാപരിക്കുന്ന ഏത് കുടിമൂത്ത പിശാചിനോടും നിനക്ക് യുദ്ധം ചെയ്യാൻ രണ്ട് സാധനം ഉണ്ടെങ്കിൽ മതി. നല്ല കറതീർത്ത വചനം, ആത്മാവിന്റെ ശക്തി. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് ദുഷ്ട പിശാചിനെയോ നിനക്ക് ജയിക്കാൻ കഴിയുക, ഏത് അന്ധകാര ശക്തിയെയോ നിനക്ക് ജയിക്കാൻ കഴിയുക. ഇന്ന് രാത്രി വേളയിൽ ഈ പുൽപിറ്റിൽ നിന്നോ ആത്മാവിന്റെ വിളിച്ചു പറയുന്നു, ഈ പുൽപിറ്റിൽ നിന്നോ ദൈവസഭയോട്, ഭവനത്തിനകത്ത് ആരാധിക്കുന്ന ദൈവജനത്തോട് ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, വചനം നിനക്കുണ്ടോ? ആത്മാവ് നിനക്കുണ്ടോ? ആത്മാവിന്റെ അഭിഷേകമുണ്ടോ? ശക്തിയായ വചനമുണ്ടോ? ദുഷ്ടന് നിന്നെ തൊടാൻ കഴിയില്ല. ഇന്ന് രാത്രിവേളയിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അതിശക്തമായ അഭിഷേകം, അതിശക്തമായ അനോയിന്റിംഗ്, അതിശക്തമായ നിറവ്, അതിശക്തമായ ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ആരാധിച്ചോ, ഇസബേലിന്റെ ശക്തിയെ, ആഹാബിന്റെ ശക്തിയെ ഇന്ന് രാത്രി ജയിക്കാൻ ദൈവത്തിന്റെ കൃപ, ദൈവജനത്തിന്റെ മേൽ ദൈവം പകരുകയോ. ആരാധിച്ചോ, 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 എല്ലാവരും ആരാധിച്ചോ. യവനക്കാർ ആരാധിക്കട്ടെ, മാതാപിതാക്കൾ ആരാധിക്കട്ടെ, സഹോദരന്മാർ ആരാധിക്കട്ടെ. ഒരത്യന്ത അഭിഷേകം, ഒരത്യന്ത ദൈവകൃപ. ഓ തലമുണ്ടവരും 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 ഉടമവരും തലമുണ്ടവരും 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 ഉടകവർ ഇവലമുണ്ടവരും തലമുണ്ടവരും Jesus, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Rikanatilikalo toribinikarantolo. Oh, ribinikalo sikalala. Jesus. ദൈവമക്കളെ, ഇന്ന് രാത്രി ശത്രുവിന്റെ മേഖലകൾ ദൈവം പൊട്ടിക്കുക. എന്നാന്നറിയോ? ദൈവം അപ്പവും വെള്ളവും കൊടുത്ത് 50 പേരെയും 100 പേരെയും ദൈവം മാറ്റി നിർത്തി. ഞാനൊരു ദൂത് എനിക്ക് സന്തോഷം കൊണ്ട് പറയുക, എടാ ദുഷ്ട പിശാചേ, നീ പോലും അറിയാതെ നിന്റെ തല വെട്ടാൻ നിന്റെ മൂക്കിന്റെ മുന്നിൽ ദൈവം ചിലതിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ദൈവം ചിലതിനെ പണിതുകൊണ്ടിരിക്കുക. ദൈവം ചിലതിനെ പണിതെടുത്തുകൊണ്ടിരിക്കുക. അവൻ ദൈവം ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശത്രു മേഖലകൾ അറിയുന്നില്ല. ശത്രുവിന്റെ വ്യാപാരങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. ജീസസ്. ഞാൻ അത് പറഞ്ഞു നിർത്താം. 4 കാര്യം എനിക്ക് പ്രസംഗിക്കാനുണ്ട്. വിടുവിക്കും, ഉയർത്തും, ഉത്തരവരുളും കൂടെയിരിക്കും. ബാക്കി പിന്നെ പറയാം. പക്ഷെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശത്രു പോലും അറിയാതെ ശത്രുവിനെ തകർക്കേണ്ടത് അവന്റെ കൺമുമ്പിലിട്ട് ദൈവം വളർത്തും. മനസ്സിലായോ? ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുക,
കുറച്ചുകൂടി കേട്ടോ, നല്ല കാര്യമാണ്. ഫറവോന്റെ ബെഡ്റൂമും മോശയുടെ ബെഡ്റൂമും തമ്മിൽ നേരെ പണിത് വെച്ചേക്കുക. നേരെ വില്യപ്പച്ചൻ എഴുന്നേറ്റ് പുറത്തു വരുമ്പോ കൊച്ചുമോനും എഴുന്നേറ്റ് വരും. അപ്പൊ വില്യപ്പച്ചൻ ഒരു ഗുഡ് മോർണിംഗ് അടിക്കും. ആര്? മോശ. അപ്പൊ ഗുഡ് മോർണിംഗ്. അപ്പൊ ഫറവോനും തിരിച്ചൊരു ഗുഡ് മോർണിംഗ്. മക്കളെ ഗുഡ് മോർണിംഗ് എടാ. ഈ രണ്ട് ഗുഡ് മോർണിംഗിന്റെ നടുക്ക് തമ്പുരാൻ പറയും, സ്വർഗത്തിൽ വസിക്കുന്നവൻ. ഇവിടേക്കാ ദൈവം ചിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല കോമഡി കണ്ടിട്ട് ചിരിക്കുന്നത്, കർത്താവും ചിരിയ. ചില കാര്യമൊക്കെ കർത്താവ് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ഇവർ തമ്മിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ് അടിക്കുമ്പോ തമ്പുരാൻ പൊക്കത്തിൽ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഫറവോൻ അറിയുന്നുണ്ടോ അവനെ ചെങ്കടൽ മുക്കേണ്ടവനായി ഈ ഗുഡ് മോർണിംഗ് അടിച്ചത്? സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ, എന്റെ ഭാഷ പറഞ്ഞാൽ, അവന്റെ മൂക്കിന്റെ തുമ്പത്തിട്ട് അവനെ തകർക്കേണ്ടവനെ വളർത്തിയിട്ട് പോലും ശത്രു അറിഞ്ഞില്ല ഇവൻ എന്നെ തകർക്കുന്നവനാണെന്ന്. പിന്നെ എന്തിനാ ദൈവ പൈതലെ ഭാരപ്പെടുന്നത്? നിനക്കെതിരെ നിൽക്കുന്നവനെ തകർക്കേണ്ടതിന്, ദൈവം ശത്രുവിനെ ഒതുക്കേണ്ടതിന് അവന്റെ മുന്നിലിട്ട് വളർത്തുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ, ഞാൻ അടച്ചു വെച്ചോട്ടെ. ദൈവത്തിന്റെ പദ്ധതി എത്ര. എന്റെ ഭാഷ പറഞ്ഞ് നിർത്തി. എന്റെ ഭാഷ പറഞ്ഞ, ഒരിക്കൽ ഏലിയാവിന്റെ വാതിക്ക് വന്ന് ഒരു കാക്ക ഇരുന്നപ്പോ ഏലിയാവ് പോ കാക്ക എന്ന് പറഞ്ഞ് ഒരു കട്ടക്കല്ലെടുത്ത് ഏലിയാവ് ആരെ ഓടിച്ചു? കാക്കേനെ ഓടിച്ചു. ഏലിയാവ് അറിയുന്നുണ്ടോ, ക്ഷാമകാലത്ത് കെരീത്തിൽ ഒരപ്പം പോലും ഇല്ലാതിരിക്കുമ്പോ കൊണ്ടുവരേണ്ട കാക്കയായി ഓടിച്ചതെന്ന് ഇത് മനസ്സിലായി. ഹല്ലേലൂയ. കയ്യിൽ കിടന്ന കാശ് കൊടുത്ത് കപ്പലിൽ കയറി യോന അടിത്തട്ടിലേക്ക് പോയപ്പോ ഒരുത്തം പൊങ്ങി മുങ്ങുന്നത് കണ്ടു. യോന കണ്ട് ആസ്വദിച്ചു. യോന അറിയുന്നുണ്ടോ നാഴികക്ക് നാഴിക കഴിയും എന്നെ വിഴുങ്ങാനുള്ളവനാ വരുന്നതെന്ന്. ഹല്ലേലൂയ. അവൻ ബലയം പുറത്തോട്ട് ഇറങ്ങിയപ്പോ, അവൻ നടുവഴി കയറി, അവൻ വഴിയടച്ച് നിന്നപ്പോ ഒരു തൊഴിയും ഒരു ചവിട്ടും കൊടുത്തപ്പോ ഈ പുള്ളി ഓർത്തോ, ഉരിയാട കഴുതയെ കൊണ്ട് ബോധം വരുത്താൻ നിർത്തിയ കഴുതയാന്ന്. നമ്മുടെ ഒന്ന് ആയിസി തലകുത്തി നിന്ന് ചിന്തിച്ച കിട്ടാത്ത പദ്ധതിയാ എൻ്റെ അപ്പന്റെ പക്കലുള്ള. കരിച്ചാലും കുണിച്ചാലും കൂട്ടിയാലും കുറച്ചാലും മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് നിരക്കാത്ത പദ്ധതി ഒളിച്ചു വെച്ചൊരു ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ആ ദൈവം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ജീസസ്, ജീസസ്, ജീസസ്. അതിരാവിലെ ബെഡ് കോഫി പോലും കുടിക്കാതെ സിംഹത്തിന്റെ ഗുഹയുടെ വാതിക്കൽ വന്നിട്ട് രാജാവ് ഒരു വിളി വിളിച്ചു. ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ. ആ വാക്യമൊക്കെ ഒന്ന് എല്ലാരും പറഞ്ഞേ. നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ. 3:14 എത്രയാ? 20. 6:20 വായിച്ചു. 3:20 ശബ്ദക്ക് മേശക്കിന്റെ. ഓക്കെ, വായിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ കുരുടാൻ കലക്കി കൊടുത്തു. രാത്രി ഒരാൾക്ക് ഒരു ഗ്ലാസ് പാലിനകത്ത് കുരുടാൻ കലക്കി കൊടുത്തു. എന്നിട്ട് ഒരു മുറിക്കകത്തിട്ട് പൂട്ടി. എന്നിട്ട് രാവിലെ എന്നിട്ട് വിളിക്കുക, തോമാസേ വാടാ ബെഡ് കോഫി കുടിക്കുന്നു പറഞ്ഞാൽ അവനെ പോലെ മണ്ടം പേരെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കടിച്ചു കീറുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇന്നലെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് വന്നിട്ട് പേര് വിളിക്കുന്നു, ഇയാൾ എന്റെ മരമണ്ടനാ. നിനക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ?
ഇടാൻ കൽപ്പന കൊടുത്തപ്പോഴേ നെബൂഖദ്നേസർ അറിയാമായിരുന്നു ഈ പുള്ളിയെ ഈ സിംഹം ഒന്നും തൊടത്തില്ലെന്ന്. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ പറയുക, ഈ പ്രാർത്ഥിക്കുന്ന ആമൻ സേവിക്കുന്ന ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഈ ദാനിയേലിനെ കൊല്ലാൻ പറ്റിയ ഒരു സിംഹവും എൻ്റെ ഗുഹക്കകത്തില്ലെന്ന് രാജാവിനും നല്ലവണ്ണം അറിയാം. സ്തോത്രം. ആ ഉറപ്പും ധൈര്യമുള്ളത് കൊണ്ടാണ് പുള്ളി വന്നിട്ട് പറയുന്നത്. വായിച്ച മാഷേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ വിടുതൽ കണ്ടോ? നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന്. ഇങ്ങനെ പറഞ്ഞില്ല, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞോ. പുള്ളിക്ക് നല്ല ഉറപ്പാ. നമ്മുടെ ദൈവമല്ല വിടുവിച്ചത്, അവന്റെ ദൈവമാണ് വിടുവിച്ചത്. അയച്ചു. സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസോടിരിക്കട്ടെ, സിംഹങ്ങൾ മതി. ഇതൊക്കെ ഒന്ന് ഭാവനെ കണ്ടേ. നമുക്കെല്ലാവർക്കും കൂടി ഒരു സൂവിലോട്ടൊന്ന് പോവാം. ഒരു സൂവിലോട്ട് എന്നിട്ട് ആരെങ്കിലും പിടി സിംഹത്തിനകത്ത് തള്ളിയിടാം. എന്നിട്ട് പോയി ആ മാനെയും മയിലും ഒക്കെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് തിരിച്ച് വിളിക്കാം. സംഭാഷേ എന്ന് വിളിക്കാം. വിളിക്കുമ്പോൾ ആ ഗുഹക്കകത്തുനിന്ന് 2 സാധനം ഇങ്ങനെ പൊങ്ങി വരും. എന്തായിരിക്കും? 2 എല്ല്. 2 എല്ല് കഷ്ണം ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ പറയും, പുള്ളിയെ അവൻ കശാപ്പാക്കി. പക്ഷെ ഈ പുള്ളി വന്ന് വിളിച്ചപ്പോ അകത്തുന്നൊരു സ്വരം, രാജാവ്. എന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ദാനിയേലിനെ കാണാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഞാൻ ആദ്യം യേശുവിനെ കാണും. യേശുവിനെ കണ്ടിട്ട് പിന്നെ ഞാൻ പൗലോസിനെ കാണും. പൗലോസിനെ കണ്ടാൽ എനിക്ക് ഈ പുള്ളിനെ ഒന്ന് കാണണം. യോഹന്നേനെ ഒന്നും കാണരുത്. യോഹന്നേനെയൊക്കെ അവസാനം കണ്ടാൽ മതി. യോഹന്നേക്കൊന്നും ആദ്യം ഫസ്റ്റ് റെഫറൻസ് കൊടുക്കരുത്. പുള്ളിനെ സമയമുണ്ടേ കണ്ടാൽ മതി. പിന്മാറ്റത്തിൽ പോയി മടക്കി വന്നതല്ലേ. നമുക്ക് ഈ പുള്ളിനെയൊക്കെ ഒന്ന് കാണണം. എൻ്റെ ദൈവമേ, സിംഹത്തിന്റെ വായടച്ച ഈ പുള്ളിനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കണം, ദാനിയേലേ സമ്മതിക്കണം കേട്ടോ. ഞാൻ പറയും 94 തൊട്ട് തന്നെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയതാ. പലയിടത്തും പ്രസംഗിച്ച് സ്വോത്രക്കാഴ്ചയൊക്കെ കിട്ടി. എന്നാലും കാര്യം പറയാതിരിക്കാനൊക്കത്തില്ല. ഇതുപോലൊരു വിശ്വാസം അല്ലേ? രാജാവേ, നീ ദീർഘായുസ്സോടിരിക്കട്ടെ. അടുത്ത വാക്യം വായിച്ചു നിർത്ത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു അവയുടെ വായ അടച്ചു കളഞ്ഞു. അവരുടെ വായ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. മൂക്കിൽ കൂടിയാ ശ്വാസം കഴിക്കുന്നത്. ആര്? ഭയങ്കര ശബ്ദമാ. ഈ സിംഹം വായും പൊളിച്ച് ശ്വാസം മൂക്കിൽ കൂടിയാ കാണും. വാമത്തം അവൻ സ്വർഗത്തിൽ നിന്ന് മറ്റേ പ്ലാസ്റ്ററും കൊണ്ടാ പുള്ളി വന്ന വഴി തന്നെ ഒരറ്റം തൊട്ട് ഇങ്ങനെ ഒട്ടിച്ചങ്ങ് പോയി. ഇപ്പൊ സിംഹമെല്ലാം കൂടി പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ, ഈ മനുഷ്യനെ ആരെങ്കിലും ഒന്ന് കെട്ടിവലിച്ചണ്ട് പോയിരുന്നെങ്കിൽ നേരെ ചൊവ്വേ ശ്വാസം കഴിക്കായിരുന്നു. ഇവൻ വന്ന് വീണപ്പോൾ ഞങ്ങളുടെ വായുടഞ്ഞതാ. ദൈവപൈതലേ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അരുളപ്പാടുകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു, ഞങ്ങൾ നിന്നോട് പറ്റിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ വിടുവിക്കും. ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ ജനത്തെ ആശീർവദിക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.